എനിക്ക് അയച്ചു തന്ന കൃഷ്ണാനുഭവം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? വിഷമിക്കരുതേ, മറന്നു പോകുന്നതല്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോൾ കുറച്ച് പിറകോട്ടായി പോകുന്നതാണ്. എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഓർമ്മിപ്പിച്ച ഒരു സഹോദരിയുടെ ഒരനുഭവം വീണ്ടും പറയുകയാണ്. ഹരേ കൃഷ്ണ. ഒരു ദിവസം ഗുരുവായൂരിൽ പോകുന്ന വഴിയിൽ എൻ്റെ തൊട്ടടുത്തൊരമ്മ വന്നിരുന്നു. എൻ്റെ കയ്യിൽ എന്താ ബുക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാമം എഴുതുന്ന ബുക്കാണ്, ഗുരുവായൂരിൽ സമർപ്പിക്കാൻ പോവാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ ഭഗവാന് നടയിൽ വെക്കാൻ പറയുകയും അവരുടെ മകൻ വിദേശത്ത് ജയിലിലാണെന്നും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു. ആ കുട്ടി ജയിലിലായ സംഭവം മൊത്തം പറഞ്ഞു ആ യാത്രയിൽ. നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഭഗവാനോട് എൻ്റെ കാര്യം പറയാൻ മറന്നു. ആ അമ്മയുടെ മോനെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്നും ആ അമ്മയുടെ പ്രാർത്ഥന കേൾക്കണേ എന്നും പ്രാർത്ഥിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ട് നല്ലൊരു ജോലി കിട്ടിയിട്ട് ഈ അവസ്ഥയിലായതിൽ എൻ്റെ സങ്കടമാണ് അമ്മയുടെ മനസ്സിൽ. ഈ കുട്ടിയുടെ കൂട്ടുകാരനെ അവരുടെ ആൾക്കാർ പൈസ കെട്ടി ഇറക്കിയത്രേ. ഇവർക്ക് അതിനുള്ള കഴിവില്ല. ഈ അമ്മേൻ്റെ കയ്യിൽ നിന്നും ഫോൺ നമ്പർ മേടിച്ചു. പിറ്റേ ദിവസം വിളിച്ചു. ഇവർ വേറെ മതത്തിലൊക്കെ പെട്ട ആളുകളാണ്. എന്നാലും ഞാൻ പറഞ്ഞു, നാമം ചൊല്ലാൻ ഓം നമോ നാരായണായ എന്ന് 108 തവണ വിശ്വസിച്ച് ചൊല്ലാൻ പറയുകയും ചെയ്തു. ആ അമ്മ ദിവസവും ചൊല്ലിത്തുടങ്ങി. പിന്നെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ സങ്കടമില്ല, മനസ്സിലെന്തോ ഒരു ധൈര്യമാണ് എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിളിച്ചു. ഇന്ന് ആ ജയിലിൽ കിടക്കുന്ന ആ കുട്ടി അമ്മയ്ക്ക് ചെലവിനുള്ള പൈസ അയച്ചിട്ടുണ്ട്, ആ സന്തോഷം പറയാൻ. അവൻ്റെ ജയിലിൽ ഒരു പണക്കാരനായിട്ടുള്ള ഒരു അറബി എന്തോ ഒരു കേസായിട്ട് വരികയും അവനോട് അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തപ്പോൾ ഇവനും ഇവൻ്റെ അമ്മയ്ക്കും ചെലവിനുള്ളത് അദ്ദേഹം വീട്ടിലേക്ക് അയക്കാൻ എന്ന് പറഞ്ഞു. എന്തൊരു അതിശയമല്ലേ! കേസ് അവന് എത്രയും അനുകൂലമായി മാറുമെന്നും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തും എന്നും ഒക്കെ അവന് ഇപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസത്തോടു കൂടി അമ്മ എപ്പോഴും നാമം ചൊല്ലി മുന്നോട്ട് പോകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ എല്ലാ ഈശ്വരന്മാരും ഒന്ന് തന്നെയാണല്ലേ. നമ്മൾ ജാതി മതം ഒന്നും നോക്കാതെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് വരിക. ത്രിമധുരത്തിലേക്ക് വരുന്ന കൃഷ്ണാനുഭവങ്ങളൊക്കെ മനസ്സിൽ തട്ടി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വീകരിക്കുക. കൃഷ്ണാനുഭവങ്ങൾ പറയുന്ന ചാനലാണ് ത്രിമധുരം. എല്ലാവരും ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.